മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേക ക്വാട്ട വേണമെന്ന സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ചോദ്യങ്ങൾക്ക് അമിത് ഷാ നൽകിയ മറുപടികൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വനിതാ സംവരണ ബില്ലിൽ OBC വിഭാഗങ്ങൾക്കും മുസ്ലിം സ്ത്രീകൾക്കും പ്രത്യേക ക്വാട്ട നൽകണമെന്ന് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടത്. നിങ്ങളുടെ പാർട്ടിക്ക് വേണമെങ്കിൽ എല്ലാ ടിക്കറ്റുകളും മുസ്ലിം സ്ത്രീകൾക്ക് തന്നെ നൽകാം, അതിന് ആരും തടസ്സമല്ല. പക്ഷേ മത അടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടന വിരുദ്ധമാണ്, അത് അനുവദിക്കില്ല എന്നാണ് അമിത് ഷാ വ്യക്തമാക്കിയത്. സെൻസസ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അതിൽ ജാതി സെൻസസ് ഉൾപ്പെടുത്തണമെന്നും അമിത് ഷാ സഭയിൽ ഉറപ്പു നൽകി. നിലവിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്ന ജോലികളാണ് നടക്കുന്നത്. വീടുകൾക്ക് ജാതിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ജാതിക്കോളം ഇല്ലാത്തത്. വ്യക്തികളെ എണ്ണുമ്പോൾ ജാതിക്കോളം തീർച്ചയായും ഉണ്ടാകുമെന്നും അദ്ദേഹം അഖിലേഷിന് മറുപടി നൽകി. ഇന്ത്യയുടെ ഭരണഘടന മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തെ അനുകൂലിക്കുന്നില്ല, അതിനാൽ മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേക ക്വാട്ട എന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. സീറ്റ് വർധനവിനെ കുറിച്ച് സംസാരിക്കവേ മണ്ഡല പുനർനിർണയത്തിലൂടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അർഹമായ സീറ്റുകൾ ലഭിക്കുമെന്നും തമിഴ്നാടിന് 20ഉം കേരളത്തിന് 10ഉം അധിക സീറ്റുകൾ ലോക്സഭയിൽ ലഭിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം ലോക്സഭയിൽ വ്യാഴാഴ്ച നടന്ന വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ഡീലിമിറ്റേഷൻ ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ മുസ്ലിം സ്ത്രീകൾക്കുള്ള സംവരണത്തെ ചൊല്ലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവും തമ്മിൽ രൂക്ഷമായ വാഗ്വാദം നടന്നിരുന്നു. സ്ത്രീകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ അത്യാവശ്യമാണെന്ന് സർക്കാർ അവകാശപ്പെടുന്ന 3 പ്രധാന ബില്ലുകൾ അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പോകുന്നു. അതേസമയം പ്രതിപക്ഷം ഗുരുതരമായ രാഷ്ട്രീയ ഭരണഘടനാ ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നും പറയുന്നുണ്ട്. വനിതാ സംവരണ ബിൽ പാസ്സായതിനു ശേഷം മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം ലഭിക്കണമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. ജാതി സെൻസസ് നടത്താൻ തന്റെ പാർട്ടി ആവശ്യപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ സെൻസസിനായി കാത്തിരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. സെൻസസ് പ്രക്രിയ ഇതിനകം ആരംഭിച്ചതായും ജാതി സെൻസസ് നടത്താൻ സർക്കാർ തീരുമാനിച്ചതായും അമിത് ഷാ പറഞ്ഞു. വീടുകളുടെ എണ്ണൽ ജോലികൾ പുരോഗമിക്കുകയാണെന്നും സെൻസസ് നടക്കുമ്പോൾ ഒരു ജാതിക്കോളം ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. മതാടിസ്ഥാനത്തിലുള്ള സംവരണം എന്ന ആശയത്തെ ഷാ ശക്തമായി നിരാകരിച്ചു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നത് സ്വീകാര്യമല്ലെന്നും മുസ്ലിങ്ങൾക്ക് മതപരമായ അടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അഖിലേഷ് യാദവിന് എല്ലാ പാർട്ടി ടിക്കറ്റുകളും മുസ്ലിം സ്ത്രീകൾക്ക് നൽകാമെന്ന് സമാജ്വാദി പാർട്ടിയെ വിശേഷിപ്പിച്ച ഷാ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എവിടെയാണ് പ്രശ്നമെന്നും ചോദിച്ചു. SP-യുടെ എല്ലാ ടിക്കറ്റുകളും മുസ്ലിം സ്ത്രീകൾക്ക് നൽകാം, ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം ജനാധിപത്യ വിരുദ്ധമാണെന്ന് അഖിലേഷ് യാദവ് തിരിച്ചടിച്ചു. ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന മുസ്ലിം സ്ത്രീകൾ ജനസംഖ്യയുടെ ഭാഗമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ജാതി സെൻസസിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ചർച്ചകളും ഈ എക്സ്ചേഞ്ച് എടുത്തു കാണിച്ചു. സർക്കാർ ഇതിനകം തന്നെ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ടെന്നും ജാതി ഡേറ്റ ഇതിൽ ഉൾപ്പെടുത്തുമെന്നും ഷാ ആവർത്തിച്ചു. സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള തിടുക്കത്തെ ചോദ്യം ചെയ്തു. ഞങ്ങൾ അനുകൂലമാണ്, പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു സെൻസസ് നടത്താൻ ആഗ്രഹിക്കാത്തതെന്നും അദ്ദേഹം ചോദിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.